ഭാര്യയിൽ നിന്ന് പോലും, അതായത് സ്വന്തം ഭാര്യ ഒരു അയാളുടെ ഒരു ബെഡ്റൂമിൽ കൂടെ കിടക്കാൻ പോലും തയ്യാറാകാത്ത ഭാര്യ, സ്വന്തം മക്കളുടെ കാര്യം, മക്കള് അയാൾ പറയുന്ന ഒന്നും അനുസരിക്കാതെ പോകുന്ന മക്കൾ, ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ ഒരു സ്നേഹം കിട്ടാതെ, വരുമാനത്തിന്റെ അളവും കുറഞ്ഞു. ഒരു ആള് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട വരുമാന അളവും കുറഞ്ഞു. ഇതെല്ലാം എല്ലാ വീട്ടിലും നടക്കുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞിടക്കാം. ഇങ്ങനെയും നടക്കുന്ന നിരവധി കാര്യങ്ങൾ എന്റെ അനുഭവത്തിലുണ്ട്. എന്റെ ജോലി സംബന്ധമായിരുന്നത്. ഇതേ അനുഭവത്തിന്റെ പല ഘട്ടങ്ങളും ഞാൻ കിളിമാനൂർ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വരുന്ന പെറ്റീഷന്റെ അളവും ആ പെറ്റീഷന്റെ അവരിരുന്ന് ഇരുത്തി അവരെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ രണ്ടുപേരുടെയും കാര്യങ്ങൾ മിണ്ടാതെ ഇരുന്ന് കേൾക്കുന്നതാണ്. ആ കാര്യം നല്ലൊരു കേൾവിക്കാരൻ ശ്രോതാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പറയാൻ ഒരു വേദി അവർക്ക് പറയുന്നതല്ല, ഒരു ഭാഗം മാത്രം കേട്ടിട്ട് റിയാക്ട് ചെയ്യാല്ല, പറയാനുള്ള ഒരു വേദി അവരെ കേൾവിക്കാരനാക്കുക, നമ്മളൊരു നല്ലൊരു ശ്രോതാവുന്നതാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അവര് പറയുന്നതും ശരിയാണെന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത്. എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന കാര്യങ്ങൾ, എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയും പല വേദനകളും പലയിടത്തും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരു പക്ഷെ ഒന്നോ രണ്ടൊക്കെ പറയാൻ കാണുമായിരിക്കാം, സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാടിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ കുടുംബം പച്ച പിടിക്കുക എന്ന് പറയുന്ന നാടൻ ലെവലിൽ പച്ച പിടിക്കുന്ന തന്നെ നമ്മുടെ ഒരാളുടെ ജീവിതം കൊണ്ട് തെളിച്ച കാര്യങ്ങളാണ്. നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന പോലെയല്ല. അവര് പോയി അത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അവരെ ഉരുക്കൂട്ടി വെക്കുന്ന പണം കൊണ്ടാണ് നമ്മുടെ വീട് ഇത്രയും, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സാഹചര്യങ്ങളും മക്കളുടെ വിദ്യാഭ്യാസവും എല്ലാം നല്ല രീതിയിൽ ഉയർന്നു വരുന്നത്. അവരതെല്ലാം മതിയാക്കി തിരിച്ചു വരുമ്പോൾ വെറും കറിവേപ്പില പോലെ, അല്ലെങ്കിൽ പണം കായ്ക്കുന്ന എന്തോ ഒരു മരം പോലെയാണ്. ഇപ്പോൾ അതിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, എന്റെ കടക്കിൽ വെച്ച് വെട്ടാമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ പ്രാധാന്യം കൊടുക്കാത്ത കുടുംബങ്ങളും നമ്മളെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നോട് ആദ്യം പറഞ്ഞു ഒരു റെസിഡൻസ് അസോസിയേഷന്റെ ഒരു പ്രാധാന്യം ഒരു സ്ഥലത്തെ. ഇവിടെ ഞാൻ പറഞ്ഞു എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പേരും, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്വതന്ത്ര റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു പേര് കേട്ടത്. നിങ്ങൾക്ക് തന്നെ അറിയാം, പലയിടത്ത് പോയാലും MNRA, SNRA, അല്ലെങ്കിൽ സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ഒക്കെയാണ് റെസിഡൻസ് അസോസിയേഷന്റെ പേരുകളുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളും വ്യത്യസ്തമായിരിക്കും. ഒരു നാട്ടില് കക്ഷി രാഷ്ട്രീയം ഒഴികെ, എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരും എല്ലാ മതവിശ്വാസികളും നമ്മുടെ ഈ അസോസിയേഷനിൽ കാണും. 100, 150, 200 കുടുംബമുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ, അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. റെസിഡൻസ് അസോസിയേഷന്റെ പ്രാധാന്യങ്ങൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സിറ്റികളിൽ ചെന്ന് നോക്കണം, നഗരങ്ങളിൽ ചെന്ന് നോക്കണം. അവിടെ ഒരു അല്പവും കൂടെ നമ്മുടെ നാട്ടിൻപുറത്തേക്കാളും കൂടുതൽ എഫക്റ്റീവാണ്, കൂടുതൽ കാര്യങ്ങൾ ആക്റ്റീവാണ് റെസിഡൻസ് അസോസിയേഷൻ. ഓരോ വീടുകളിലും പോയി നോക്കി അറിയാം, വീടിന്റെ മുന്നിൽ റെസിഡൻസ് അസോസിയേഷൻ പേരും നമ്പരും പ്രത്യേക നമ്പരും കാര്യങ്ങളും കൊണ്ട് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു നാടിന്റെ, അല്ലെങ്കിൽ അവരെ അസോസിയേഷന്റെ കീഴിലുള്ള വീട്ടിൽ ഒരു മരണം സംഭവിച്ചാലോ വേറെ എന്ത് കാര്യങ്ങൾ വന്നാലോ ഇവർക്കുള്ള ആ റെസിഡൻസ് അസോസിയേഷന്റെ മെമ്പേഴ്സുകൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മയും അവരാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു നാടിന്റെ നല്ല രീതിയിലുള്ള, അതായത് കുട്ടികൾ വിദ്യാഭ്യാസപരമായിട്ട് 10ാം ക്ലാസ്സിലും +2-ലും മറ്റു ഉന്നത വിദ്യാഭ്യാസത്തിലും ഉയർന്ന മാർക്കുകൾ വാങ്ങിച്ചാലും ഒരാൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കണമെങ്കിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിലുള്ള ഒരു വീട്ടില് ആർക്കെങ്കിലും നല്ലൊരു ചികിത്സാ ധനസഹായമോ വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിലോ ഈ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, അത് മാത്രമല്ല ചിലയിടത്തെല്ലാം നമുക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ വയ്ക്കാറുണ്ട്, അതേപോലെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ വെക്കാറുണ്ട്. നേരത്തെ അവിടെ സൂചിപ്പിച്ചു, ലഹരിയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ ലഹരിയുടെ അളവ് കൂടിപ്പോകുന്ന അതിനുള്ള ബോധവൽക്കരണ പോലീസ് ഡിപ്പാർട്ട്മെന്റും മറ്റ് എക്സൈസും അടങ്ങുന്ന ആൾക്കാരെ കൊണ്ടുവന്നുള്ള അതിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും, ഇതെല്ലാം ഒരു റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ നടക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതിന്റെ ബേസിൽ നടന്നാൽ എല്ലാ ആൾക്കാരും ഒരേ മനസ്സോടെ സഹകരിക്കുമോ ഇല്ലേ എന്നുള്ളത് എനിക്ക് സംശയം. കാര്യം ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഒരു രാഷ്ട്രീയ കക്ഷി ഇടപെടുമ്പോൾ അതിനകത്ത് സ്വതന്ത്രമായി എല്ലാവരും ഇടപെടുന്നില്ല. പക്ഷെ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റ് രാഷ്ട്രീയ കക്ഷികളോ എല്ലാവരും ഉണ്ട്. അതിനകത്ത് രാഷ്ട്രീയം പ്രത്യക്ഷത്തിൽ ഇല്ലേന്താണ്. അപ്പോൾ നല്ല രീതിയിൽ വിജയകരമായ ഒരു പ്രവർത്തനം അതിൽ കൂട്ടായ്മ നടക്കും. ഒരു നമ്മുടെ നാടിന്റെ പുരോഗതിക്കും
നമ്മൾ